നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് എടക്കാട് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാൻ വഴിയില്ല. NH ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംയുക്ത തൊഴിലാളികളും ഉടമകളും. പരിഹാരമില്ലെങ്കിൽ നടപടി കടുപ്പിക്കുമെന്ന് അസോസിയേഷൻ. വിഷുവിന്റെ വരവറിയിച്ച പടക്ക വിപണി സജീവമായി. കണിയൊരുക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലേക്ക് മലയാളികൾ. കണ്ണൂർ നഗരം ജനസാഗരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രചരിപ്പിക്കാൻ തുണിയിൽ ചിത്രങ്ങൾ ഒരുക്കി. ഡ്രോയിങ് ഓൺ ക്ലോത്ത് ഒരുക്കിയത് കണ്ണൂർ ജില്ലയിലെ കുട്ടികൾ ഉൾപ്പെടെ 10ഓളം ചിത്രകാരന്മാർ. വാർത്തകൾ വിശദമായി. കണ്ണൂർ തോട്ടട നടാൽ ഗേറ്റ് വഴി തലശ്ശേരിയിലേക്ക് സർവീസ് നടത്തുന്ന ലോക്കൽ ബസ്സുകൾ പുതുതായി നിർമ്മിക്കുന്ന NHന്റെ സർവീസ് റോഡിൽ കയറാൻ വഴിയൊരുക്കാത്തതിൽ പ്രതിഷേധിച്ച് താണയിലെ NH ഓഫീസിലേക്ക് ബസ് ഉടമകൾ മാർച്ച് നടത്തി. ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയും ജില്ലാ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ബസ് ഉടമകളും തൊഴിലാളികളും സംയുക്തമായി നടത്തിയ മാർച്ച് ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി C. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇറക്കിയിരിക്കുന്ന ബസ് ബഹിഷ്കരിച്ചും കുട്ടികളും രക്ഷിതാക്കളും അത് നിലച്ചുപോയി. പക്ഷേ ഇന്നും നിലനിൽക്കുന്നത് അവർക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്നത് നമ്മുടെ സ്വകാര്യ ബസ്സുകളാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ബസ് നിർത്തിയപ്പോൾ പിന്നീട് ബസ് തൊഴിലാളികളാണ് എൻ്റെ കോളേജിൽ വന്നത്. അവർ ദയനീയമായ അവരുടെ ചിത്രങ്ങൾ വെളിപ്പെടുത്തി. ഇപ്പോൾ വിദ്യാർത്ഥികളുമായി ഒരു സൗമ്യമായ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രമ്യമായി പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞപ്പോൾ തൊഴിലാളികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇതായിരുന്നു: ഏറ്റവും ചുരുങ്ങിയത് 5 രൂപ കുട്ടികൾ നൽകുവാണെങ്കിൽ എല്ലാ കുട്ടികളെയും നമ്മൾ ചാലോടുന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുക്കാമെന്ന് പറയുകയും ഇത് കുട്ടികൾ മനസ്സിലാക്കുകയും കുട്ടികളെ അംഗീകരിക്കുകയും തുടർന്ന് യാതൊരു പ്രശ്നമോ പ്രതിസന്ധിയോ ഇല്ലാതെ എല്ലാ കുട്ടികളും സുഗമമായി യാത്ര ചെയ്തു പോയിക്കൊണ്ടിരുന്നു. പക്ഷേ പിന്നീട് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ആ കുട്ടികളെ മറ്റ് പല ശക്തികൾ അതിൻ്റെ പിറകിൽ നിന്ന്, പിന്നണിയിൽ നിന്ന്, കർട്ടനിൻ്റെ പിറകിൽ നിന്ന്. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ രാജ്കുമാർ കരുവാരത്ത് അധ്യക്ഷനായി. സംയുക്ത ട്രേഡ് യൂണിയൻ കൺവീനർ VV പുരുഷോത്തമൻ, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PP മോഹനൻ, കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ VK പവിത്രൻ, VV ശശീന്ദ്രൻ, TM സുധാകരൻ, വേണുഗോപാൽ പ്രസാദ് എന്നിവർ സംസാരിച്ചു. നടാലിൽ നിന്നും ചാല അമ്പലം വരെ വന്ന് സർവീസ് റോഡിൽ പ്രവേശിക്കുക എന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഒരു ട്രിപ്പിന് മാത്രം 6 കിലോമീറ്റർ ദൂരം കൂടുതൽ ഓടിയെത്തുക പ്രയാസമാണെന്നും കൃത്യമായി എല്ലാ ട്രിപ്പുകളും സർവീസ് നടത്താൻ പറ്റാതാവുകയും ചെയ്യുമെന്നും സമരക്കാർ പറഞ്ഞു. എടക്കാട് UP സ്കൂളിന് മുന്നിലായി അണ്ടർപാസ് നിർമ്മിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ ഓട്ടോ ടാക്സിയിൽ കടത്തുകയായിരുന്ന 4 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കാട്ടാമ്പള്ളി ബാലൻ കിണറിന് സമീപത്ത് നടന്ന വാഹന പരിശോധനയ്ക്കിടയിലാണ് പയ്യന്നൂർ കൊക്കാണിശ്ശേരി സ്വദേശി പ്രകാശ് ഭട്ട്, പാടിയോട്ടുചാൽ സ്വദേശി NN ടിങ്കിൾ എന്നിവരെ പിടികൂടിയത്. ഇവരുടെ കൈവശം 86,000 രൂപയും ഉണ്ടായിരുന്നു. വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാട്ടാമ്പള്ളി ബാലൻ കിണറിന് സമീപത്ത് ഇലക്ഷനോടനുബന്ധിച്ച് നടത്തുന്ന വാഹന പരിശോധനയ്ക്കിടയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. രാവിലെ 6:45ഓടെയാണ് പുകയില ഉൽപ്പന്നങ്ങളും പണവുമായി പ്രതികൾ ഓട്ടോ ടാക്സിയിൽ ഈ വഴി വന്നത്. പയ്യന്നൂർ കോക്കാനിശ്ശേരി സ്വദേശി പ്രകാശ് ഭട്ട്, പെരിങ്ങോം പാടിയോട്ടുചാൽ സ്വദേശി ടിങ്കിൾ NN എന്നിവരാണ് വളപട്ടണം പോലീസിന്റെ പിടിയിലായത്. 4 പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ച നിലയിലായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് സബ് ഇൻസ്പെക്ടർ കൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് എത്തുകയും പുകയില ഉൽപ്പന്നങ്ങളും പണവും കസ്റ്റഡിയിലെടുക്കുകയും ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. KSTA കണ്ണൂർ സൗത്ത് ഉപജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ കുട്ടിക്കൊരു വീടിന്റെ താക്കോൽ ദാനം നടന്നു. മുൻ മന്ത്രി EP ജയരാജൻ താക്കോൽ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപക പ്രസ്ഥാനവും ചേരുന്നു. ഞങ്ങളും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി വീട് നിർമ്മിച്ചു കൊടുക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഉപജില്ലകൾ, അവരുടെ സംഘടനാ രീതി അനുസരിച്ച് KSTA ഉപജില്ലയാണ്. ആ ഉപജില്ലകളിൽ ചുരുങ്ങിയ ഒരു വീട്, ഇപ്പോൾ അത് ഏതാണ്ട് ഉപജില്ലകളിൽ ഏതാണ്ടെല്ലാം പൂർത്തിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉപജില്ലയിൽ ഒരു വീട് മാത്രമല്ല, 2ഉം 3ഉം വീടൊക്കെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കണ്ണൂർ സൗത്ത് ഉപജില്ല
അവരൊരു വീട് നിർമ്മിച്ച് സ്വന്തമായി വീടില്ലാത്ത കുട്ടികൾക്കൊരു വീട്, ആ കുട്ടികൾക്കൊരു വീടെന്ന ദൗത്യം വളരെ ഭംഗിയായി അധ്യാപകരും നാട്ടുകാരും എല്ലാം കൂടി ചേർന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ഈ ആശ്വാസ പദ്ധതിയുടെ ഭാഗമാവുകയാണ്. ഇതേറ്റവും അഭിനന്ദനാർഹമാവും ഒരു പരിപാടിയാണ്. ഇത്തരമൊരു പരിപാടിക്ക് രൂപം കൊടുത്ത് നമ്മുടെ നാടിലെ ജനങ്ങളെ സേവിക്കുന്ന, നാടിനോട് പ്രതിബദ്ധതയുള്ള അധ്യാപക പ്രസ്ഥാനം നിർവഹിക്കുന്ന ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ അധ്യാപികമാരെയും അതിന് നേതൃത്വം കൊടുത്തതിൻ്റെ നേതാക്കളെയും, ഇത് സംസ്ഥാനത്താകെ ഈ പദ്ധതി വിജയിപ്പിക്കാൻ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന KSTA സംസ്ഥാന നേതാക്കളെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. TV ഹരികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അനുമോദനം N ചന്ദ്രൻ നിർവഹിച്ചു. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബീന, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KC സുധീർ, KSTA ജില്ലാ സെക്രട്ടറി K ശശീന്ദ്രൻ, C ബിഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് എടക്കാട് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാൻ വഴിയില്ല. NH ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംയുക്ത തൊഴിലാളികളും ഉടമകളും. പരിഹാരമില്ലെങ്കിൽ നടപടി കടുപ്പിക്കുമെന്ന് അസോസിയേഷൻ. വിഷുവിന്റെ വരവറിയിച്ച് പടക്ക വിപണി സജീവമായി. കണിയൊരുക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലേക്ക് മലയാളികൾ. കണ്ണൂർ നഗരം ജനസാഗരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രചരിപ്പിക്കാൻ തുണിയിൽ ചിത്രങ്ങൾ ഒരുക്കി. ഡ്രോയിങ് ഓൺ ക്ലോത്ത് ഒരുക്കിയത് കണ്ണൂർ ജില്ലയിലെ കുട്ടികൾ ഉൾപ്പെടെ 10ഓളം ചിത്രകാരന്മാർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കുടുംബസമേതം. കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ.
വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈനിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെഗാ മാൾ, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. മെയിൻ റോഡ്, ഇരട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തയിലേക്ക്. വിഷു അടുത്തതോടെ പടക്ക വിപണിയും സജീവം. സാധാരണ പടക്കങ്ങൾക്കൊപ്പം ഇത്തവണ പുതിയ ഇനം പടക്കങ്ങളും എത്തിയിട്ടുണ്ട്. എന്നാൽ നേരിട്ടുള്ള വിൽപ്പനയ്ക്ക് പുറമെ ഓൺലൈൻ വഴിയുള്ള വിൽപ്പന കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു. പതിവ് പോലെ ചൈനീസ് പടക്കങ്ങൾക്കാണ് ഇക്കുറിയും ആവശ്യക്കാരേറെ. ഇതിനൊപ്പം കുട്ടികൾക്കായുള്ള പ്രത്യേക പടക്കങ്ങളും വിപണി കൈയടക്കുകയാണ്. വിലയിൽ മുൻവർഷത്തേക്കാൾ വലിയ വർധനയില്ലെന്നതും വൈവിധ്യമാർന്ന പുതിയ തരം പടക്കങ്ങൾ ഉണ്ടെന്നതും പ്രത്യേകതയാണ്. ഫ്ലവർ പോട്ട്, ടിപ്പി, കിഡ്ഡി എന്നിവയാണ് ഇത്തവണത്തെ പുതുമയാർന്ന പടക്കങ്ങൾ. അതേസമയം ഓൺലൈൻ വഴിയുള്ള പടക്ക വിൽപ്പന വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് കച്ചവടക്കാർ പറയുന്നു. പതിവ് പോലെ കുട്ടികളുടെ പ്രിയപ്പെട്ട പൂത്തിരിയും കമ്പിത്തിരിയും വിവിധ ഇനങ്ങളിൽ വിപണിയിലുണ്ട്. മാലപ്പടക്കം, ചക്രം, കയർ തുടങ്ങിയ പതിവ് താരങ്ങളും ഒപ്പമുണ്ട്. കൂടാതെ 33 ഐറ്റങ്ങളുള്ള ഗിഫ്റ്റ് പാക്കറ്റും. എന്നാൽ വിഷു അടുക്കുന്നതോടെ പടക്ക കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. വിഷുവിനെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആ ഒരുക്കത്തിന് മാറ്റുകൂട്ടുവാൻ പടക്കക്കടകളും ഒരുങ്ങിക്കഴിഞ്ഞെന്ന് മാത്രമല്ല പൊടിപൊടിച്ച വിൽപ്പനയും. ഇവിടെ കടയിലുള്ള ഒരു സുഹൃത്ത് നസീം നമ്മോടൊപ്പം ഉണ്ട്. നസീമിനോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതായത് ഓരോ പടക്കത്തിൻ്റെ വില, പടക്കത്തിൻ്റെ ഗുണനിലവാരം, അത് മാത്രമല്ല അതിൽ നമുക്ക് സാധാരണ അപകടം കൂടുതൽ കുറവെന്നുള്ളൊരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? പടക്കങ്ങളൊന്നും അപകടം കൂടിയതൊന്നുമില്ല. സാധാരണ റേറ്റിലുള്ളത് മാത്രമേ ഉള്ളൂ. അപകടം കുറഞ്ഞത് എല്ലാം നല്ല ക്വാളിറ്റി സാധനമാണ്. നല്ല പ്രൈസിലാണ് ഇത് കൊടുക്കുന്നത്. എല്ലാം നല്ല വെറൈറ്റി ചൈനീസ് പലതരം കളറിൽ വരുന്ന പൂക്കിറ്റി തന്നെ പല ടൈപ്പുകൾ, പിന്നെ മയിൽ, അതുപോലത്തെ പല പല സാധനങ്ങൾ, സ്കൈ ഷോട്ടുകൾ, ഇതൊന്നും അപകടം കുറഞ്ഞതാണ്. നല്ല സാധനങ്ങൾ. ഇതൊരു ടൈപ്പ് പൂക്കിറ്റ്. ഇത് കമ്പിത്തിരിയാണ്. കമ്പിത്തിരി നല്ല നീളമുള്ള 50 സെൻറ്റിമീറ്റർ നീളം മരുന്നെല്ലായിട്ട് നല്ല കളറിലായിട്ട്. ഇത് കത്തുമ്പോഴത്തേക്ക് വിവിധ കളറായിരിക്കും. 50 സെൻറ്റിമീറ്ററോളം മരുന്നുണ്ടാവും ഇതിന്. ഇതൊക്കെ കൂടുതലായിട്ട് വിപണിയിലേക്ക് പോകുന്നത്? കൂടുതലായിട്ട് ആൾക്കാർ ചോദിച്ചു വരുന്ന സാധനമായിട്ട്. ഇതിനൊക്കെ എത്ര റേറ്റ് വരുന്നത്? അതിന് 200 അത് വലിയതാണ്. അതിൽ കുറഞ്ഞതുണ്ട്, 20 ഉണ്ട്, 60 ഉണ്ട്, 90 ഉണ്ട്. ഇത് ഹെലികോപ്റ്റർ, ഇത് പുതിയ മോഡലാണ്. ഇത് കത്തിയാൽ മുകളിലേക്ക് ഇങ്ങനെ പറന്നു പോകും. ഇങ്ങനെ കറങ്ങി മുകളിലേക്ക് പോകും. പിന്നെ ഡ്രോൺ ഉണ്ട്. പുതിയ സംവിധാനങ്ങളാണല്ലോ ഡ്രോണല്ലോ. അപ്പോൾ അത് ഡ്രോൺ ഉണ്ട്. അതുപോലെ തന്നെ മയിലുണ്ട്. ഇത് പീക്കോക്ക്. ഇതിങ്ങനെ ഇവിടെ കത്തിച്ച് കഴിഞ്ഞാൽ മൊത്തം മയിൽ പോലെ വിരിയുന്നത്. ഇതിൻ്റെ ചെറുതുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് വില? ഇത് ചെറിയ പൈസയുള്ളൂ. 200, 150, 150 എല്ലാം ഉണ്ട്. ഇതിൽ തന്നെ ചെറുതും വലുതും എല്ലാം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വലിയൊരു ടൈപ്പ് പോക്കറ്റ്. വലിയൊരു ടൈപ്പ് പോക്കറ്റ്. ഇത് കുറേ ടൈം കത്തി നിൽക്കും. കുറേ കളറായിട്ട്. ഇതിലും ചെറുതുണ്ട്. എല്ലാം പല കോലത്തിലുണ്ട്. പിന്നെ നക്ഷത്രം, ചറവറ തന്നെ അങ്ങോട്ട് കൊടുക്കും. ചറവറ ഇത് ഓരോ പെട്ടി ഓരോ കളറായിരിക്കും. ഗ്രീന്, റെഡ്, യെല്ലോ, സിൽവർ, റെഡ്, ഗ്രീന്, പലതരം കളറായിട്ട് ഓരോന്നും ഓരോ കളറിൽ കുറേ ടൈമായിട്ട് കാണാൻ നല്ല രസമുള്ളതായിരിക്കും ഇതെല്ലാം. അതുപോലെ തന്നെ ഒരു പൂക്കറ്റി തന്നെ പല ടൈപ്പുകളുണ്ട്. 300 മുതൽ 20 വരെ ഇതുണ്ട്, പൂക്കറ്റികളുണ്ട്. അതും പല പല ടൈപ്പിൽ കളറ്, കൂടുതൽ ടൈം എല്ലാം ആയിട്ട് വളരെ മനോഹരമായത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വിഷു ഫുൾ കളർഫുള്ളായിരിക്കും. പല ഡ്രോൺ ആയിക്കോട്ടെ, ഹെലികോപ്റ്റർ ആയിക്കോട്ടെ, പുതിയ സംവിധാനങ്ങളുള്ള പുതിയ സാധനങ്ങൾ വെച്ചിട്ട് എല്ലാം അടിപൊളിയായിരിക്കും. ഈ വിഷു അടിപൊളിയായിരിക്കും. കളറ്, ശബ്ദം എല്ലാം വെച്ച്. ഇത് സൈറൺ. ഇത് പൂക്കറ്റി പോലത്തെ ടൈപ്പാണ്. പിന്നെ മ്യൂസിക്കലായിട്ട് വിസിലിൻ്റെ എല്ലാം സൗണ്ടായിട്ട് നല്ല നല്ല ഹൈറ്റിൽ ഇത് ഇങ്ങനെ പൂക്കറ്റി പോലെ കത്തുകയും ചെയ്യും. നല്ല സൗണ്ടായിരിക്കും. കാണാനും ഉണ്ടാവും, കേൾക്കാനും ഉണ്ടാവും. നല്ല അടിപൊളിയായിരിക്കും. വെറൈറ്റി ആയിട്ടുള്ള പടക്കങ്ങളും വെറൈറ്റി ആയിട്ടുള്ള ആഘോഷങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. ആധുനിക യുഗത്തിൽ ഇത്രയും അധികം വെറൈറ്റി ഉള്ള ഇനിയും അങ്ങോട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കളർഫുള്ളായിട്ടുള്ള വിഷു തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും എല്ലാ കേരളീയർക്കും സിറ്റി ചാനലിൻ്റെ വിഷു ആശംസകൾ. പതിവ് തെറ്റാതെ ഇത്തവണയും രാജസ്ഥാനിലെ നെയ്ത്തുകാരുടെ കരവിരുതുമായി ഉത്സവ രാജസ്ഥാൻ എത്തി. കുർത്തികൾ, ഹാൻഡ് മെയ്ഡ് ബാഗ്, രാജസ്ഥാൻ സ്യൂട്ട് തുടങ്ങി രാജസ്ഥാനിലെ വിവിധ വസ്ത്രങ്ങളും കരകൗശല വസ്തുക്കളും മേളയിലെത്തിയാൽ ലഭിക്കും. കണ്ണൂർ ടൗൺ സ്ക്വയറിലെ ഗ്രാമീണ മേളയിൽ 10 മുതൽ 20% വരെ ഡിസ്കൗണ്ടും നൽകുന്നുണ്ട്.
രാജസ്ഥാൻ കുർത്തികൾ, ഹാൻഡ്മെയ്ഡ് ബാഗ്, രാജസ്ഥാൻ സ്യൂട്ട്, ദുപ്പട്ട, ബെഡ്ഷീറ്റുകൾ, ബംഗാൾ, ഒറീസ ഹാൻഡ്ലൂം സാരികൾ, മധ്യപ്രദേശ് സിൽക്ക് സാരി, ടോപ്സ്, കാശ്മീരി സാരി, ബഗൽപൂർ ഹാൻഡ്ലൂം, ഗുജറാത്ത് പ്രിന്റ്സ് ഐറ്റംസ്, ജയ്പൂർ ജ്വല്ലറി, സ്റ്റോൺ ജ്വല്ലറി, ഖാദി ഷർട്ട്, ജയ്പൂർ ഹാൻഡ് ബ്ലോക്ക് ഷർട്ട്, ഫുൾക്കാരി ദുപ്പട്ട, കലംകാരി ബെഡ്ഷീറ്റുകൾ, ഡ്രസ് മെറ്റീരിയൽ, ഹാൻഡ്ലൂം ബാഗ് എന്നിവയുടെ വിവിധ കളക്ഷനുകൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. റംസാൻ വിഷു പ്രമാണിച്ച് 10 മുതൽ 20% ഡിസ്കൗണ്ടും നൽകുന്നുണ്ട്. കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടത്തിവരുന്ന ഉദവകി രാജസ്ഥാൻ മേളയിലുള്ള ടോപ്സ്, ചുരിദാറുകൾ, ബെഡ്ഷീറ്റുകൾ, പിന്നെ ജയ്പൂർ ജ്വൽസ്, ഉദവ രാജസ്ഥാൻ മേളയിലെ നെയ്ത്തുകാരുടെ ബെഡ്ഷീറ്റുകളും ടോപ്സ്, ദുപ്പട്ട, ചുരിദാർ മെറ്റീരിയലുകൾ, ജയ്പൂർ ജ്വൽസ്, കൂടാതെ കണ്ണൂരിലെ രാജീവൻ്റെ കരവിരുതിലുള്ള ചിത്രപ്രദർശനവും ഉണ്ടായിരിക്കുന്നു. രാവിലെ 10:30 മുതൽ രാത്രി 9 മണി വരെയാണ് മേളയുടെ പ്രവർത്തന സമയം. സിറ്റി ന്യൂസ്, കണ്ണൂർ. വിഷുവരവറിയിച്ച് കൊന്നപൂത്തു. വിഷുത്തിരക്കറിയിച്ച് സ്റ്റേഡിയം കോർണറും നിറഞ്ഞു. പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ വസ്ത്രങ്ങളും പാത്രങ്ങളും തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങാവുന്ന വിധത്തിലാണ് സ്റ്റേഡിയം നിറഞ്ഞിരിക്കുന്നത്. കണിയൊരുക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനും കാഴ്ച കാണാനും എത്തിയവരെ കൊണ്ട് കണ്ണൂർ നഗരം നിറഞ്ഞു. ചൂട് എക്കാലത്തെയും റെക്കോർഡ് തകർത്ത് മുന്നേറുകയാണ്. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെയാണ് ആളുകൾ കൂട്ടത്തോടെ വിഷു ഒരുക്കങ്ങൾക്കായി കണ്ണൂരിലേക്ക് എത്തുന്നത്. വസ്ത്രങ്ങൾ വാങ്ങാനുള്ള തിരക്ക്, പാത്രങ്ങൾ വാങ്ങാനുള്ള തിരക്ക്, അങ്ങനെ എല്ലാം സ്വര കൂട്ടാനുള്ള തിരക്കിലാണ് എല്ലാവരും. ഇതിനിടയിൽ മീനച്ചൂടൊന്നും കാര്യമേ അല്ല. പണിയെടുക്കാൻ പുത്തൻ പാത്രങ്ങൾ വേണം, കണി കാണാൻ പുത്തൻ വസ്ത്രം വേണം, പിന്നെ ഒന്ന് കാഴ്ചകൾ കാണാൻ ഇങ്ങനെ ഒരു നടത്തം തന്നെ ധാരാളം. മോടി ഒട്ടും കുറയാത്ത കൃഷ്ണ വിഗ്രഹങ്ങളും വിപണിയിൽ നിരന്നു കഴിഞ്ഞു. എല്ലാം നോക്കിയെടുക്കണം, കണിത്താലം ഒഴിയാതെ നിറയ്ക്കണം. എല്ലാം വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിലാണ് എല്ലാവരും. हम राजस्थान का है। राजस्थान का है। कितना साल का है यहाँ पर? इधर छोटे से बड़े इधर हो गया। हमारा डैडी को 30 साल हो गए। कितना साल? 30 साल। 30 साल। മലയാളം മാലും? മലയാളം മാലും. മാലും. യെസ്. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് അച്ചില ഉണ്ടാക്കാൻ. അച്ചിലുണ്ടാക്കാൻ ഒന്ന് നമുക്കത് കാണാൻ പറ്റുമോ? അത് ഇപ്പം കാണാൻ പറ്റൂല. എല്ലാ സാധനം ഉണ്ടാക്കി വെച്ച്. अरे सर ये एक विग्रह बड़ा वाला छोटा वाला कितना? ये 450 का है, 500 का है, 400 का है. ഇഷ്ടപ്പെട്ട എടുത്തോ? ഇഷ്ടപ്പെട്ട എടുത്താണ്. 400, 450, 400 അങ്ങനെ. ഇത് ചെറുത് 350, 300. हाँ. बड़ा वाला? और बड़ा वाला 1300, 1200. 1000 क्या बोलो? बोलो. എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാൻ? അത് അച്ചില ഉണ്ടാക്കാൻ ഇപ്പം കാണാൻ പറ്റൂല. ശരി, നിങ്ങൾ ഉണ്ടാക്കുന്നത്? അത് ഉണ്ടാക്കി വെച്ച് സാധനം എല്ലാം ആയി. ഇപ്പൊ വിഷു അടുത്ത വന്നില്ല, അതിനാ പിന്നെ ഉണ്ടാക്കാനില്ല. ഇത് കുറെ ഉണ്ടാക്കി വെച്ച് സാധനം. അപ്പൊ നിങ്ങളെ പേരെന്താ? പേരെന്നാമ രാജു, രാജസ്ഥാൻ. രാജസ്ഥാൻ. ഇനി ഇപ്പൊ ഇവിടുന്ന് ഏത് സമയത്താണ് തിരിച്ചു പോകുന്നത്? ഇത് വിഷു കഴിഞ്ഞിട്ട് രാജസ്ഥാൻ പോകും. പിന്നെ എപ്പോഴാണ് ഇങ്ങോട്ട് റിട്ടേൺ? തിരിച്ച് വിഷു അടുത്ത വരും, പിന്നെ വരും. 2 മാസം 3 മാസം ഉണ്ടാവും. വിഷുവിനാ തിരിച്ചു വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവിന്റെ ആദ്യ പരിശോധന നടന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചെലവ് നിരീക്ഷക ആരുഷി ശർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് മാവോയിസ്റ്റ് സാന്നിധ്യം പരിശോധിക്കാൻ പോലീസ് വ്യോമ നിരീക്ഷണം നടത്തി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPS, അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് IAS എന്നിവരുടെ നേതൃത്വത്തിലാണ് വ്യോമ നിരീക്ഷണം നടത്തിയത്. കണ്ണവം വനമേഖലയിലാണ് നിരീക്ഷണം നടത്തിയത്. കൂത്തുപറമ്പ് ACP KV വേണുഗോപാൽ, സ്പെഷ്യൽ ബ്രാഞ്ച് ACP മനോജ് VV എന്നിവരും നിരീക്ഷണത്തിൽ പങ്കെടുത്തു. ഹെലികോപ്റ്ററിലായിരുന്നു നിരീക്ഷണ പറക്കൽ. നേരത്തെ മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ടെത്തിയ കണ്ണവം വനമേഖലയിലാണ് നിരീക്ഷണം നടത്തിയത്. 1 മണിക്കൂർ പറക്കലിന് ശേഷം ഹെലികോപ്റ്റർ മടങ്ങി. ലോക്സഭാ ഇലക്ഷൻ അടുത്തതോടെ മാവോയിസ്റ്റ് സാന്നിധ്യം പരിശോധിക്കുന്നതിനായി പോലീസ് കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഹരിത പെരുമാറ്റച്ചട്ടം പ്രചരിപ്പിക്കാൻ തുണിയിൽ ചിത്രങ്ങൾ ഒരുക്കി കണ്ണൂർ ജില്ലയിലെ ചിത്രകാരന്മാർ. ഡ്രോയിങ് ഓൺ ക്ലോത്ത് ഹരിതവർണ്ണ വിസ്മയം എന്ന പേരിൽ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ADM K നവീൻ ബാബു ഉദ്ഘാടനം ചെയ്തു. കളക്ടറേറ്റ് പരിസരത്തുള്ള മതിലിലാണ് ക്യാൻവാസ് ഒരുക്കിയത്.
കുട്ടികൾ ഉൾപ്പെടെ 10ഓളം ചിത്രകാരന്മാരുടെ പങ്കാളിത്തത്തോടെ 20 മീറ്റർ നീളമുള്ള ക്യാൻവാസിലാണ് ഹരിത പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച ചിത്രങ്ങൾ വരച്ചത്. എൻ്റെ പേര് സുനിൽ കുമാർ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്ററാണ്. അതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ നോഡൽ ഓഫീസറും. ലോക്സഭാ ഇലക്ഷൻ 2024 ഭാഗമായി ഹരിത പ്രോട്ടോകോൾ ഇലക്ഷനിൽ എല്ലാ മേഖലയിലും നടപ്പിലാക്കുക എന്നതിൻ്റെ ആശയം മുൻനിർത്തി നടത്തുന്ന ഒരു ഡ്രോയിങ് ഓൺ ക്ലോത്ത് എന്നുള്ളൊരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തന്നെ വരുന്ന ഇലക്ഷനിൽ ഹരിതചട്ടം പാലിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇത് എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ പ്രവർത്തകരിലേക്കും മറ്റ് എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ധാരാളം പേർ പങ്കെടുക്കുകയും ഇതിനകത്തേക്ക് ചിത്രങ്ങൾ വരയ്ക്കുകയും അവരുടെ ആശയങ്ങൾ ഇതിനകത്തേക്ക് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറെ ആവേശത്തോടെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ചിത്രകാരന്മാർ ചിത്രരചനയിൽ പങ്കാളികളായത്. നിരവധി പേർ ചിത്രരചന കാണാൻ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. എൻ്റെ പേര് സുരേഷ് ബാബു, ചിത്രകലാധ്യാപകനാണ്. പിന്നെ കണ്ണൂർ ജില്ലയിലെ പ്രഗത്ഭരായുള്ള ചിത്രകാരന്മാരെ അണിനിരത്തിയിട്ടുണ്ട്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുഴുവൻ പ്രവർത്തനങ്ങളും ഹരിത പ്രോട്ടോകോൾ പ്രകാരം നടത്തണമെന്നുള്ള ചിന്തയിലാണ് ഈ ഒരു പ്രവർത്തനവും ഈ ഒരു പരസ്യ പ്രവർത്തനങ്ങളും ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആൾക്കാരും അത് നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട് ചിത്രങ്ങൾ. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലും അത് യാഥാർത്ഥ്യമാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ഹരിത പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് ഈ പരിപാടി അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കോർഡിനേറ്റർ K അജയകുമാർ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ EK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണം വെള്ളി നിരക്ക് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് എടക്കാട് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാൻ വഴിയില്ല. NH ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംയുക്ത തൊഴിലാളികളും ഉടമകളും. പരിഹാരമില്ലെങ്കിൽ നടപടി കടുപ്പിക്കുമെന്ന് അസോസിയേഷൻ. വിഷുവിന്റെ വരവറിയിച്ച പടക്ക വിപണി സജീവമായി. കണിയൊരുക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലേക്ക് മലയാളികൾ. കണ്ണൂർ നഗരം ജനസാഗരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രചരിപ്പിക്കാൻ തുണിയിൽ ചിത്രങ്ങൾ ഒരുക്കി. ഡ്രോയിങ് ഓൺ ക്ലോത്ത് ഒരുക്കിയത് കണ്ണൂർ ജില്ലയിലെ കുട്ടികൾ ഉൾപ്പെടെ 10ഓളം ചിത്രകാരന്മാർ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.